ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയ കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ, അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ടേബിളിൽ നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റ് അല്ല കേട്ടോ, നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിനകത്ത് നമ്മൾ ടേബിളിൽ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുമല്ലേ, അതിനകത്ത് ഈ 4 മാങ്ങ ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നമുക്ക് ഈ മാങ്ങ കൊണ്ട് ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ണിക്കുട്ടനും മാംഗോ ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഷേക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മാങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി നാരുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ ഷേക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷേക്കിൽ അങ്ങനെ നാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നിറയെ നാരായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത മാങ്ങയുടെ പകുതി ഈ ജാറിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര ഇട്ടത്. ഞാൻ ഈ പച്ചപ്പാലാണ്, ഇത് ഫ്രീസറിൽ വെച്ചതാണ്, പക്ഷേ ഇത് അധികം സമയമായിട്ടില്ല ഫ്രീസറിലിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കട്ടയായിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട് പാലിന്. അപ്പോൾ അതൊഴിച്ച് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിക്കായിട്ട് ഞാൻ നമ്മുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ, ആ ബൂസ്റ്റ് അതിൻ്റെ മുകളിലൊന്നിങ്ങനെ വെതറിയിട്ടോ. നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോഴും കുറച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കഴിക്കണമല്ലേ നല്ലത്. അപ്പോൾ അതേ ഒരു 2 കാഷ്യൂ നട്ടും അതിൻ്റെ മുകളിൽ വെച്ചിട്ടോ, പിന്നെ നമ്മുടെ പേപ്പർ സ്ട്രോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് കുടിക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി ക്ലീനിങ് ആണ് കേട്ടോ. എനിക്ക് വീട്ടിൽ കുക്കിംഗ് ഒന്നും ഇന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് വെച്ചാൽ വലിയ ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇന്ന് തീരുമാനിച്ചത് നമ്മുടെ ഈ വീടിൻ്റെ താഴെയുള്ള നമ്മുടെ താഴത്തെ ഫ്ലോർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയുള്ള ജനലുകൾ, വീടിൻ്റെ ചുറ്റിനുള്ള ജനലിൻ്റെ ആ മിറർ ഉണ്ടല്ലോ, ആ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് ഓർത്ത്. കാരണം അതിലൊക്കെ ഇതിപ്പോൾ കിച്ചണിൻ്റെ ജനലാണേ. അപ്പോൾ ഈ കിച്ചണിൻ്റെ അവിടുത്തെ ജനലിലൊക്കെ ആണെങ്കിൽ എണ്ണയും മെഴുക്കും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ജനൽ അടച്ചിട്ടിട്ടല്ലേ കുക്ക് ചെയ്യണത്. അപ്പോൾ എക്സോസ്റ്റ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഗ്ലാസ്സിലേക്കൊക്കെ എങ്ങനെയായാലും ആ എണ്ണമെഴുക്കും എല്ലാം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ജനൽ ക്ലീൻ ചെയ്യാൻ മാത്രമേ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ജനലുകളുടെ ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിലൊന്നും അങ്ങനെ എണ്ണയും മെഴുക്കൊന്നുമില്ല, പൊടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഡെയിലി ഒന്നും ജനലൊന്നും തുടക്കാറില്ല കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ജനൽ തുടക്കണത്. പിന്നെ ഇപ്പോൾ വിഷു ആണല്ലോ വരണത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടക്കാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ജനലൊക്കെ തുടക്കാൻ ഉണ്ണിക്കുട്ടനും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉണ്ണിക്കുട്ടന് എക്സാം തുടങ്ങിയേക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഇല്ല, ഞാൻ തന്നെയാണ് ഇന്ന് ജനലൊക്കെ തുടക്കണത് കേട്ടോ. അപ്പം ഞാനൊരു സ്പോഞ്ച് നനച്ചിട്ട് ഇങ്ങനെ തുടച്ചതിന് ശേഷം ഈ ഒരു വേറൊരു ക്ലോത്ത് എൻ്റെ കയ്യിലിരിക്കണം കേട്ടോ. അതൊരു ബനിയൻ ക്ലോത്താണേ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ തുടക്കും. അപ്പം ഈ സ്പോഞ്ച് നനച്ച് തുടക്കുമ്പോൾ തന്നെ നമ്മുടെ ജനലിലുള്ള പൊടിയൊക്കെ ഇങ്ങോട്ട് പോരും. അതിന് ശേഷം നമ്മൾ ഈ ബനിയൻ ക്ലോത്ത് കൊണ്ടൊന്നിങ്ങനെ തുടക്കുമ്പോഴത്തേന് നന്നായിട്ട് വൃത്തിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പയ്യെ എല്ലാ ജനൽപ്പാളികളുടെയും ഗ്ലാസ് ഇങ്ങനെ തുടച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തുടച്ച് വന്നു, പക്ഷേ ഇത് ഒരുപാട് സമയം എടുത്തിട്ട് ഇവിടം വരെ വരാൻ ഇപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. 1 മണിക്കൂറോളം ഈ ഒരു സൈഡ് ചെയ്യാൻ തന്നെ അത്ര സമയം എടുത്തിട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർന്നല്ലോ എന്ന് തോന്നും കേട്ടോ, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ ഒരു സൈഡ് ചെയ്യാൻ തന്നെ നല്ല സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഈ ഒരു വശത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് മുൻവശത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ മുൻവശത്ത് ജനലിൽ അങ്ങനെ അധികം അഴുക്കൊന്നുമില്ല കേട്ടോ. ഇത് ഫ്രണ്ട് വശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ അടിച്ചു വാരണ സമയത്തൊക്കെ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യണതുകൊണ്ട് തന്നെ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് തുടച്ച് തീർക്കാൻ പറ്റിയിട്ട്. അപ്പോൾ നല്ല ചെമ്മീൻ വറക്കണ സ്മെല്ല്, നമ്മൾ ഉണക്ക ചെമ്മീൻ വറക്കണ സ്മെല്ല് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കിച്ചണിലേക്ക് പോകാം.
അപ്പോൾ അതേ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ അമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ്റെ തലയും വാലും കാലൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് കേട്ടോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ അധികം സമയമൊന്നും ഇടരുത് കേട്ടോ. ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിങ്ങനെ വറുത്തെടുക്കുകയാണ്. ഒരു ക്രിസ്പി ആവണ വരെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്പി ആയിട്ട് ഇത് എടുക്കുമ്പോൾ ക്രിസ്പി ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിന് കടിച്ച് നോക്കുമ്പോൾ നല്ല കരിമുരാന്നിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ടേക്കണത്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ ചെമ്മീൻ ഇപ്പോൾ ഒന്ന് കടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കരിമുരാന്നാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഉണക്കമുളക് ചതച്ചത് തന്നെ ഇടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഈ ചെമ്മീൻ്റെ മുകളിലൊക്കെ ഈ മുളക് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കാണുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമല്ലേ ഇത് കണ്ടോ, ഈ ഉള്ളി കയ്യിലോണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചൊടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഉള്ളിക്കൊക്കെ നല്ല ടേസ്റ്റ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുളക് നന്നായിട്ട് മൂത്തു കേട്ടോ. നമ്മളതിലിട്ട മുളകൊക്കെ മൂത്ത് വന്നപ്പോഴത്തേനും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ്, ഇതിൻ്റെ സ്മെല്ല് സൂപ്പറാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ അടിപൊളിയാണ് എന്തായാലും. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് നമ്മുടെ ഇന്നലത്തെ ചോറ് ബാക്കിയിരിക്കേണ്ട. അപ്പോൾ സാധാരണ അങ്ങനെ ചോറൊക്കെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ അത് ഒരു കലത്തിലിട്ട് വാർത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ചോറ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇന്നങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഈ പഴഞ്ചോറ് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പല്ലേ ആ ചോറിന്. അതിനുവേണ്ടി കുറച്ച് പഴുത്ത പ്ലാവല പറിച്ചു കേട്ടോ. അമ്മ ചെമ്മീൻ വറക്കണ മണം കേട്ടാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. അപ്പോൾ ഉണക്ക ചെമ്മീനേ, അപ്പം ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ കുറച്ച് ഇന്നലത്തെ പഴയ ചോറ് വയ്ക്കാണ്ട്, പഴഞ്ചോറ് വയ്ക്കാം. അപ്പം ഞാൻ ഓർത്ത് അന്ന് പിന്നെ നല്ല ചൂടല്ലേ ഇപ്പോൾ, അപ്പോൾ ഈ ചെമ്മീനും ഈ പഴഞ്ചോറും പഴങ്കഞ്ഞിയായിട്ട് ഇങ്ങനെ കുടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. പണ്ടൊക്കെ എൻ്റെ ചെറുതിലേക്ക് മിക്കപ്പോഴും വീട്ടിലിങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതുപോലെ ഇത് കണ്ടോ, പ്ലാവിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ കയ്യിലുണ്ടാക്കിയ അത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ചെറുപ്പത്തിലേക്ക് സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തു തന്നാണ് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ചെയ്യാനറിയോ? അതെ കണ്ട് ഈ ഇല എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, അതിന് നമ്മളൊരു ഈർക്കിലി കൊണ്ടിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തണം കേട്ടോ. ഇത് കണ്ട് ഇങ്ങനെ കുത്തി ഇവിടെ ഇറക്കണം. പച്ച ഈർക്കിലിയാണ്ട് വേണ്ട, പക്ഷെ ഇപ്പോൾ നമുക്ക് പച്ച ഈർക്കിലി ഇല്ലാത്ത കൊണ്ടിട്ട് ഞാൻ ഒരു ഉണക്ക ഈർക്കിലിയാണ്ട് എടുത്തത്. നമ്മുടെ ഇവിടെ വീണ് കിടന്ന ഒരു പോലെയുടെ ഉണങ്ങിയ ഈർക്കിലിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കയ്യിലുണ്ടാക്കിയത് നമുക്കിങ്ങനെ കോരി കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉണ്ണിക്കുട്ടിനും കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടിനോട് ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കേട്ടോ. നമ്മുടെ ഈ പ്ലാവ് ഇപ്പോൾ അധികമായിട്ടില്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ചെറിയ തൈയാണ്, 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ണിക്കുട്ടിന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിള്ളേർക്കൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ വേഗം നമുക്ക് പഴങ്കഞ്ഞിയും ഉണക്കച്ചെമ്മീൻ വറുത്തതും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനപ്പോൾ വീണ്ടും നമ്മുടെ പണിക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നേരത്തെ നമ്മളിവിടം വരെ തുടച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ വശത്തും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലും ഒക്കെ ജനൽ തുടക്കാനുണ്ട് കേട്ടോ. ജനലിൻ്റെ ആ ഗ്ലാസ് തുടക്കാനുണ്ട്. അപ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ ചെയ്യും. നേരത്തെ ഉച്ച സമയമായതുകൊണ്ട് ഇവിടെയൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഊണ് കഴിച്ച ഉടനെ തന്നെ നമ്മളിങ്ങനെ കുനിഞ്ഞ് നിവർന്നൊന്നും
പണി ചെയ്യാൻ പാടില്ലെന്നാണ് ഇവിടെ അമ്മൂമ്മയും അമ്മയൊക്കെ പറയാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഞാൻ ടി വിയൊക്കെ ഒന്ന് കണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടുത്തെ വെയിലും ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതൊക്കെ തുടച്ച് അപ്പോൾ ഇത് പെട്ടെന്ന് തീർക്കണത് കണ്ടോ. നമ്മൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ ആ സ്പോഞ്ചും തുണിയൊക്കെ ഒന്ന് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ എന്താണ് പിന്നെ അഴുക്ക് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സൈഡും കൂടി അങ്ങ് അറ്റം വരെ തുടക്കാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയിരുത്തി ബുദ്ധിമുട്ടിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പെട്ടെന്ന് വരാം കേട്ടോ. ഇനി വൈകിട്ട് ചായ കുടിക്കണേ മുന്നേ ഇത് തീർക്കണം. അങ്ങനെ ദേ വൈകിട്ട് 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ സാധാരണ 4 മണിയാകുമ്പോൾ ചായ വെക്കണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജനലൊക്കെ തുടച്ച് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ സമയം എടുത്തിട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇപ്പി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. ഇപ്പി നൂഡിൽസ് ഇല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇതൊരു ഫാമിലി പാക്കാണ്. 4 ക്യൂബാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് 4 അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും കുറച്ചൊക്കെ കഴിക്കാമല്ലോ. നമ്മുടെ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ഇതിനകത്ത് ഇത് കണ്ടോ, കുട്ടികളുടെ ബുദ്ധി വികസിക്കാനുള്ള എന്തോ ഒരു ടോയൊക്കെ അത് കട്ട് ചെയ്തൊക്കെ വീടുണ്ടാക്കണമെന്ന് തോന്നുന്നു അതിൽ കാണുന്ന പോലെ. അപ്പോൾ ഇതിൽ ഈ 4 പാക്കറ്റിനകത്ത് ഇതിൻ്റെ മസാലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 പാക്കറ്റിലെ മസാലയും നമ്മൾ ഇതിനകത്ത് ഇടും. അപ്പോൾ ഇതിനകത്തേക്ക് ക്യാരറ്റൊന്നും ഇപ്പോൾ നമ്മൾ ഇടണില്ല കേട്ടോ, കാരണം ഈ മസാലയിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മസാല ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ചെറിയ ക്യാരറ്റ് പീസുകളൊക്കെ അതിലുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ക്യാരറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ 4 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളമല്ല, ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇല്ലേ കുറച്ച് വെള്ളമായിട്ടിരിക്കണം, അധികം അങ്ങ് ഉണങ്ങി ഡ്രൈ ആവാൻ പാടില്ല. പിന്നെ ഈ ഇപ്പിയും മാഗിയും ഇതൊന്നും നമ്മളിങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നല്ലതല്ല കേട്ടോ. ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ന്യൂഡിൽസ് ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അതിലെ മസാലകളൊക്കെ നമ്മൾ തന്നെ ചേർക്കണതല്ലേ. ഇതിപ്പോൾ കേടാവാതിരിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ഇതിൽ ചേർക്കണതാണ്. അപ്പോൾ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മാഗി അല്ല ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.